Spoken English class in the Pudir episode like Swadam and a very Justin Thomas. Upon number 75 Jusum, 75 English class in the section lay at Tamata Diusavan. The number particular, Namaka courier iconum, upon a portan damskin, Namakela courier icon. But otherwise to band the Petanamakanga post office poet, some Sarika, courier century poet, some Sarika, and no Lana number in the particular. But there is a ningle padicha or you sentence and Gleningala comment later, or Sadikan regarding Avasan and Lord Choding like a Chodikan. അതിൻ്റെ ഉത്തരവ് നിങ്ങൾ എഴുതണം. നമുക്ക് ശ്രദ്ധിക്കാം. എനിക്ക് കേരളത്തിലേക്കൊരു പാഴ്സൽ അയക്കണം എന്ന് നമ്മൾ എങ്ങനെ പറയും? അതൊരു നമ്മൾ സാധാരണ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ടുഡേ? ഓക്കെ, നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്ന്. അപ്പോൾ ഞാൻ പറയാണ്, ഐ നീഡ് ടു മെയിൽ ദിസ് പാക്കേജ് ടു കേരള ഇന്ത്യ. എന്താണ്, എനിക്ക് ഈ പാക്കേജ് കേരളത്തിലേക്ക് അയക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പറയാം, ഐ വുഡ് ലൈക്ക് ടു മെയിൽ എ പാക്കേജ് ടു. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ചെന്നൈ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഗൾഫിലാണെങ്കിൽ നമ്മൾ ഇന്ത്യ എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ വേറെ ഇപ്പം നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ പറയും ബോംബെക്ക് അയക്കണം. അതൊക്കെ ഉദാഹരണമാണ്. ഇനി അവർ സാധാരണ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതിനകത്ത് എന്താണ് ഇത്? ഞാൻ ഈയിടെ ഒരു പോസ്റ്റ് അയക്കാൻ വേണ്ടി ഒരു പാക്കേജ് അയക്കാൻ വേണ്ടി ചെന്നപ്പോൾ ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതിനകത്ത് എന്താണ്? അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ഇൻ ദിസ് പാക്കേജ്? എന്താണ് ഇതിൻ്റെ അകത്ത്? അപ്പോൾ ഞാൻ പറയണം, സം സ്വീറ്റ്സ് ആൻഡ് ടോയ്സ്. എന്താണ്, കുറച്ച് മിഠായി ഉണ്ട്, കുറച്ച് ടോയ്സും ഉണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്. പൊട്ടുന്ന എന്തെങ്കിലും അകത്തുണ്ടോ? അവർ ചോദിക്കുകയാണ്. കറക്റ്റ്. ആർ ദർ എനി ബ്രേക്കബിൾസ്? അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഫ്രജൈൽ? ഫ്രജൈൽ എന്ന് പറഞ്ഞാലും പൊട്ടുന്ന സാധനങ്ങൾക്കാണ് ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പൊട്ടുക. യെസ് ദർ ആർ. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ ചിലപ്പോൾ നമുക്ക് പറയാനുണ്ട് പൊട്ടുന്ന കുറച്ച് സാധനങ്ങളാകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്രജൈൽ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ അവർ ഒട്ടിക്കുമല്ലോ, അതൊന്ന് ഒട്ടിക്കാവോ എന്നങ്ങനെ നമുക്ക് ചോദിക്കും. നമുക്കിങ്ങനെ പറയാം അല്ലേ, ദർ ആർ സം ഫ്രജൈൽ തിങ്സ് ഇൻസൈഡ് ദിസ് ബാഗ്. ഈ ബാഗിനകത്ത് കുറച്ച് പൊട്ടുന്ന സാധനങ്ങളുണ്ട്. കുഡ് യു പ്ലീസ് ഫിക്സ് ദി ഫ്രജൈൽ സ്റ്റിക്കർ ഓൺ ഇറ്റ്? അപ്പോൾ എൻ്റെ ചില ക്യാമറയും കുറച്ച് ലൈറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണിത്. എവിടെയാണ് ഈ അഡ്രസ്സും എൻ്റെ അഡ്രസ്സും റിട്ടേൺ ആയിട്ടുള്ള അഡ്രസ്സും എഴുതേണ്ടത് എന്നെങ്ങനെ ചോദിക്കാം? കറക്റ്റ്. വേർ ഡു ഐ റൈറ്റ് ദ അഡ്രസ് ആൻഡ് ദ റിട്ടേൺ അഡ്രസ്? ഇനി അവർ നമ്മളോട് പറയാണ്, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. കുഡ് യു പ്ലീസ് ഫിൽ ഔട്ട് ദിസ് ഫോം? ഫിൽ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് എഴുതുന്നതിനെ മൊത്തത്തിൽ പൂരിപ്പിക്കുക എന്നുള്ളൊരർത്ഥമാണ്. പ്ലീസ് മെൻഷൻ ദ റൈറ്റ് അഡ്രസ് വിത്ത് സിപ്പ് കോഡ് ക്ലിയർലി. അവർ നമ്മളോട് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ടുള്ള സിപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ സാധാരണ യു എസിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. നമ്മുടെ പിൻ കോഡ് തന്നെയാണ്, അല്ലെങ്കിൽ പോസ്റ്റൽ കോഡ് തന്നെയാണ് ഈ സിപ്പ് കോഡ് എന്ന് പറയുന്നത്. അവർ പറയുന്നത്, സംടൈംസ് ഇറ്റ് ഈസ് ഹാർഡ് ടു റീഡ്. എന്താണ്, ക്ലിയർ ആയിട്ട് എഴുതിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും എവിടെ പോയാലും നിങ്ങൾ അഡ്രസ്സ് എഴുതുമ്പോൾ, ഇമെയിൽ ഐ ഡി എഴുതുമ്പോഴൊക്കെ എങ്ങനെ എഴുതണം? അപ്പർ കേസ് ലെറ്റർ വേണം എഴുതാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുമല്ലോ, അതിനാണ് അപ്പർ കേസ് ലെറ്റേഴ്സ് എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. അങ്ങനെ വേണം എഴുതാൻ. ഒരിക്കലും നിങ്ങൾ ലോവർ കേസിൽ അല്ലെങ്കിൽ ചെറിയ അക്ഷരത്തിൽ എഴുതരുത്, കൂട്ടക്ഷരത്തിൽ എഴുതരുത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. പലപ്പോഴും നമ്മളൊക്കെ തെറ്റ് കാണിക്കുന്നതാണ്. ഇത് എപ്പോഴവിടെ എത്തും? നമ്മൾ ചോദിക്കുന്ന ചോദ്യമില്ല, എപ്പോഴും ഈ കൊറിയർ അവിടെ എത്തും? കറക്റ്റ്. വെൻ വിൽ മൈ പാക്കേജ് അറൈവ്? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, എത്ര സമയം എടുക്കും? അത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ എ പാക്കേജ് ടു റീച്ച് കേരള? അല്ലെങ്കിൽ ഫോർ ദിസ് പാക്കേജ് ടു റീച്ച് കേരള. ഈ പാക്കേജ് കേരളത്തിലെത്താൻ എത്ര സമയമെടുക്കും? അപ്പോൾ അവർ നമ്മളോട് പറയുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഷിപ്പിംഗ് ചോയ്സ്. ഷിപ്പിംഗ് ചോയ്സ് എന്ന് സ്പീഡിൽ പോകുന്നതുകൊണ്ട്, പതുക്കെ പോകുന്നതുകൊണ്ട് അല്ലേ. അപ്പോൾ അവർ പറയണം, നിങ്ങൾ ഷിപ്പിംഗ് ചോയ്സ്, നിങ്ങൾ ചിലപ്പം എന്താണ് വിമാനത്തിലാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത്, കപ്പലിലാണ്, അങ്ങനെ നിങ്ങൾ ഷിപ്പിംഗ് ചോയ്സ്. അവർക്ക് പല ഇത് കാണും അല്ലേ, ഓപ്ഷൻസ് കാണും. അപ്പോൾ ഞാൻ പറയണം, ഐ വുഡ് ലൈക്ക് യുവർ ഫാസ്റ്റസ്റ്റ് ഷിപ്പിംഗ്. എന്താണ്, നിങ്ങളുടെ ഏറ്റവും സ്പീഡിൽ പോകുന്നത് വേണം എന്ന്. സാധാരണ വിമാനത്തുള്ളതായിരിക്കും അല്ലേ. എനിക്കറിയത്തില്ല അത് എങ്ങനെയാണ് അയക്കുന്നത്, വിമാനത്താണോ റോക്കറ്റിലാണോ എന്ന് അറിയത്തില്ല. അപ്പോഴവർ പറയണേ, ഇറ്റ് വിൽ ബി ദെയർ ഇൻ 1 വീക്ക്. ഒരാഴ്ച കൊണ്ട് അതവിടെ എത്തും. അവർ നമ്മളോട് ചോദിക്കുകയാണ്, ഇതിന് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ചില സാധനങ്ങളൊക്കെ അയക്കുമ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതല്ലേ. നമ്മൾ ചോദിക്കുകയാണ്, ഡു യു വാണ്ട് ടു ബൈ ആൻ ഇൻഷുറൻസ് ഫോർ ദിസ് പാഴ്സൽ? ഇതിന് ഞങ്ങളൊരു ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നോ ഐ ഡോണ്ട്. വേണ്ട, എനിക്ക് ഇൻഷുറൻസ് വേണ്ട. ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ എത്ര രൂപ ആകും? നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമോ? കറക്റ്റ്. ഹൗ മച്ച് ഫോർ ഇറ്റ്? അല്ലെങ്കിൽ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? അതല്ലെങ്കിൽ ഹൗ മച്ച് വിൽ ദാറ്റ് ബി? യു എസ് ഇംഗ്ലീഷിലൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നവരാണ്, ഹൗ മച്ച് വിൽ ദാറ്റ് ബി? എത്രയാവും അതിന്, അല്ലെങ്കിൽ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് $50, $50. ഹൗ വുഡ് യു ലൈക്ക് ടു പേ?
നിങ്ങൾ എങ്ങനെയാണ് പേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കാർഡാണോ ക്യാഷ് ആണോ? ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഹൗ ഡു യു ലൈക്ക് ടു പേ? അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഡു യു അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്? നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമോ? യെസ് വി ഡു. അപ്പോൾ ഞാൻ അങ്ങനെയാണല്ലേ, അതുകൊണ്ടാണല്ലോ ഞാനങ്ങനെ ചോദിച്ചത്. യെസ് വി ഡു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡു യു അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതിൻ്റെ ഉത്തരവായിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞെന്താണ്? യെസ് വി ഡു. ഇത് നമ്മൾ ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത്? 3ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചാണ്. തീർച്ചയായിട്ടും അതൊന്ന് കാണാം കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സഹായം വേണോ? എന്തെങ്കിലും സ്റ്റാമ്പ് വാങ്ങിക്കാനോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്നാണ് അവർ ചോദിക്കുന്നത്. ഈസ് ദർ എനിത്തിങ് എൽസ് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ടുഡേ? എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് മറ്റ് സഹായങ്ങൾ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഡു യു നീഡ് എനിത്തിങ് എൽസ്? ഈസ് ദർ എനിത്തിങ് എൽസ് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ടുഡേ? ഓർ ഡു യു വോണ്ട് എനിത്തിങ് എൽസ്? എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ സഹായം? നോ, ദാറ്റ്സ് ഇറ്റ്. ഓ വേണ്ട, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നമ്മൾ പറയണേ യു ടു. ഓക്കെ, അപ്പോൾ നമ്മളോട് താങ്ക് യു പറഞ്ഞു, നിങ്ങൾക്കൊരു നല്ല ദിനം പറഞ്ഞു. നമ്മൾ അവരോടും പറയണം യു ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്കും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ ഉത്തരം തീർച്ചയായിട്ടും താഴെ എഴുതുക. വേർ ഈസ് ദ പാക്കേജ് ബീങ് മെയിൽഡ്? എപ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചോദ്യം ഞാൻ ചോദിച്ചിരിക്കുന്നത് ഒരു പാസീവ് വോയിസിലാണ്. ഇതാണ് സത്യത്തിൽ വേർ ഈസ് ഈ മെയിലിംഗ് ദ പാക്കേജ് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമാണ് നമ്മൾ പാസീവ് വോയിസിൽ വേറെ രീതിയിൽ ചോദിച്ചത്. ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, വേർ ഈസ് ഈ മെയിലിംഗ് ദ പാക്കേജ്, അല്ലെങ്കിൽ വേർ ഇസ് ദ പാക്കേജ് ബീങ് മെയിൽഡ്. നമ്മൾ ആ പാസീവ് വോയിസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ 2 ചാപ്റ്റർ പഠിച്ചതാണ്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കേട്ടതാണല്ലേ എങ്ങോട്ടാണ് അയക്കുന്നത് എന്നുള്ളത്. വാട്ട് ഈസ് ഇൻസൈഡ് ദ പാക്കേജ്? ഈ പാക്കേജിൻ്റെ അകത്ത് എന്താണ്? നിങ്ങൾ പറ, താഴെ ഉത്തരം എഴുതും. വെൻ വിൽ ദ പാക്കേജ് അറൈവ് ദ ഡെസ്റ്റിനേഷൻ? എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് എത്തും ഈ പാക്കേജ്, അല്ലെങ്കിൽ എത്ര സമയമെടുക്കും എന്നാണ് ചോദിക്കുന്നത്. ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.